ആ ഖുർആാനോടുള്ള നമ്മുടെ സമീപനം എങ്ങനെയാണ് നമ്മൾ കൃത്യമായിട്ട് ആലോചിക്കണം. എങ്ങനെയായിരിക്കണം നമ്മൾ കൃത്യമായിട്ട് ആലോചിക്കണം. നമ്മൾ നേരെ സൂചിപ്പിച്ചല്ലോ, ഇത് ഏതാണ് മാസം? റമദാൻ മാസം. ഇനി ഏതാണ് മാസം വരാൻ പോകുന്നത്? റമദാൻ മാസമാണ്. ആ റമദാൻ മാസം എന്നുള്ളത് ഖുർആൻ അവതരിച്ചു എന്നതോടൊപ്പം തന്നെ ലോക ചരിത്രത്തിൽ, ലോകത്തിന്റെ മനുഷ്യ ചരിത്രത്തിൽ വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിട്ടുള്ള മാസമാണ്. നമുക്കറിയാം, അല്ലെങ്കിൽ ടേണിംഗ് പോയിന്റ് ആയിട്ടുള്ള മൊമെന്റ്, അത് പിന്നെ എന്താ പറയാ, സാക്ഷിയായ മാസമാണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ. നമ്മൾക്കറിയാം, ലൈലത്തുൽ ഖദർ വിധി നിർണയ രാവ്. ആക്ച്വലി നമ്മുടെയും നമ്മുടെ ലോകത്തിന്റെയും വിധി നിർണയിക്കുന്ന രാവ് തന്നെയാണ്. പക്ഷേ ലോക ചരിത്രത്തിൽ ഒരു ഘട്ടത്തിൽ ഒരു വിധി നിർണയിച്ച രാവ് കൂടിയായിരുന്നു. നമ്മൾ ആലോചിച്ച് നോക്കിയാൽ, ലോകം നേരത്തെ പറഞ്ഞതുപോലെ ഗതി എന്തെന്നറിയാതെ ഉഴലുന്ന പതറിയ സന്ദർഭത്തിൽ ആകാശ ലോകത്ത് നിന്ന് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഈ ഗ്രന്ഥം അവതരിച്ചു കൊടുക്കുകയും പിന്നെ ലോക ചരിത്രം മാറുകയാണ്. ലോകത്തിന്റെ പിന്നെന്താ പറയാ, സാഹചര്യം, സന്ദർഭം, ഭാവി വേറെ തരത്തിലേക്കാണ് മാറുന്നത്. ആ ആ വലിയ എന്താ പറയാ ട്രാൻസ്ഫോർമേഷൻ, പരിവർത്തനത്തിന് സാക്ഷിയായ ഒരു മൊമെന്റ്, അത് സംഭവിച്ചൊരു മൊമെന്റ് അൻസല്ലാഹു ഫീ ലൈലത്തുൽ ഖദർ, ഈ ഖുർആൻ ഇറങ്ങിയ മൊമെന്റാണ്. ആണ് പലപ്പോഴും മനസ്സിലാക്കേണ്ടത്, ഈ ലൈലത്തുൽ ഖദറിലാണ് ഖുർആൻ ഇറങ്ങി, അതുകൊണ്ട് ലൈലത്തുൽ ഖദർ കുറെ പുണ്യം നേടുക എന്നുള്ളത് ശരിയാണ്. നമ്മൾ ആ അർത്ഥത്തിൽ തന്നെ അതിനെ സമീപിക്കണം. പക്ഷെ അതോടൊപ്പം തന്നെ ഈ ഓരോ റമദാനിലും അവസാനത്തെ പത്തിൽ, നമ്മൾ അവസാനത്തെ പത്തിലാണല്ലോ നമ്മൾ പിന്നെ പ്രവാചക വചനങ്ങൾ പിന്നെ മുൻനിർത്തിക്കൊണ്ട് പിന്നെ ലൈലത്തുൽ ഖദറിനെ, ആ വിധി നിർണയ രാവിനെ നമ്മൾ പ്രതീക്ഷിക്കുക. അപ്പൊ ഇവിടെ ആ അവസാനത്തെ പത്ത് എന്നുള്ളത് കേവലം ലൈലത്തുൽ ഖദർ പിന്നെ അനുഭവിക്കുകയും കുറച്ച് പുണ്യം നേടുക എന്നതിനപ്പുറം അതൊക്കെ വേണം കേട്ടോ. കാരണം അത് വേണ്ടതല്ല. കാരണം ഖൈറും മിൻ അൽഫി ഷഹ്ർ, ഒരുപാട് പുണ്യങ്ങൾ പതിന്മടങ്ങായി കിട്ടുന്ന ദിവസം കൂടിയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഖദറിലും മാറ്റമുണ്ടാകെ, ഞാൻ എന്ന വ്യക്തിയുടെ ഞാൻ എന്ന വ്യക്തിയുടെ ഭാവിയിൽ, അതാണ് നമ്മുടെ നമ്മുടെ വിധിയെ വിജയിക്കുന്ന, പരലോകത്തും കൂടി വിജയിക്കുന്ന ഒരു ഭാവിയിലേക്കുള്ള ചുവടുവെപ്പും കൂടി നടത്തേണ്ട ഒരു മാസമാണ്. അതായത് എന്റെയും, ഞാൻ ജീവിക്കുന്നതിന്റെ ലോകത്തിന്റെയും, അതാണ് നമ്മുടെ ലക്ഷ്യം ഉണ്ടാവേണ്ടത്. നമ്മുടെ ഓരോ വ്യക്തികളുടെയും, നാം ജീവിക്കുന്ന നമ്മുടെ ചുറ്റുപാടിന്റെയും വിധിയെ മാറ്റിമറിക്കാൻ ഉതകുന്ന രീതിയിലുള്ള ഒരു കാത്തിരിപ്പ്, ഒരു പ്രതീക്ഷ, ഒരു പ്രതീക്ഷിക്കൽ, ഒരു തയ്യാറെടുപ്പ് റമദാനിൽ ഇങ്ങനെ അവസാനത്തോടെ അടുക്കുമ്പോൾ ഉണ്ടാവണം. അതിനുള്ള നമ്മുടെ ഊർജ്ജം എന്താണ്? ഖുർആൻ അവതരിച്ച, നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കുക, ഖുർആൻ അവതരിച്ച രാവിലെയാണ് പ്രിയപ്പെട്ടത് നമ്മൾ ഓരോരുത്തരും അവസാനത്തെ പത്തിൽ കാത്തിരിക്കുന്നത്. ഖുർആൻ അവതരിക്കുകയും ലോകത്തിന്റെ ഗതിയെ, വിധിയെ മാറ്റിമറിക്കുകയും ചെയ്ത രാവിനെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ അവസാനത്തെ പത്തിൽ കാത്തിരിക്കുന്നത്. അതൊരു വല്ലാത്തൊരു രാവാണ്. ഇന്ന അൻസല്ലാഹു ഫീ ലൈലത്തുൽ ഖദർ. ഞാൻ അതിന്റെ ബാക്കിയിലേക്ക് പോകുന്നില്ല. പക്ഷെ ഖുർആനിനെ പിന്നെ നമ്മൾ സംശീകരിക്കേണ്ട, സ്വീകരിക്കേണ്ട, നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട രീതി എങ്ങനെയാണ്? അള്ളാഹു പ്രവാചകൻ അവതരിപ്പിച്ചു കൊടുത്തതുപോലെ നഹ്നു നസ്സൽന അലൈക്കൽ ഖുർആന തൻസീല. പ്രവാചകന് നമ്മൾ ആലോചിക്കുക, അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണമെങ്കിൽ ഇതാ പ്രവാചകരെ ജിബ്രീലിന്റെ അടുത്ത് വിട്ടിട്ട് ആ 23 വർഷത്തെ ഖുർആൻ ആക്ച്വലി തുടക്കത്തിൽ തന്നെ ഒരു ഒറ്റ ഗ്രന്ഥമായിട്ട് കൊടുക്കാമായിരുന്നു. പടച്ചോൻ അത് അങ്ങനെയല്ല ചെയ്തത്. നസ്സൽന തൻസീല, ഘട്ടം ഘട്ടമായിട്ട്, ഓരോ സന്ദർഭോചിതമായിട്ട്, ഓരോ പല പ്രദേശത്ത് വെച്ചുകൊണ്ട്, പല സന്ദർഭത്തിൽ, പല മൊമെന്റുകളിൽ, പല നേരങ്ങളിൽ 23 വർഷക്കാലം എടുത്തിട്ടാണ് പ്രിയപ്പെട്ടവരെ പ്രവാചകൻ ഹബീബ് കരീം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹു ആ ഗ്രന്ഥം അവതരിപ്പിച്ചു കൊടുത്തത്. നമ്മുടെ ജീവിതത്തിലും ഖുർആനെ സമീപിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്, ആവേശപ്പുറത്തേറി പിന്നെ ഒരു 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 ചടപടയാക്കി വായിക്കേണ്ട ഗ്രന്ഥമല്ല ഖുർആൻ. അതിലൊരു വായത്തിൽ എടുക്കുക, നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുക. അതിലോരോ പദപ്രയോഗങ്ങൾ എടുക്കുക, നമ്മുടെ ഹൃദയത്തിൽ കൊത്തിവെക്കുക. അതിലോരോ പിന്നെ എന്താ പറയാ അർത്ഥങ്ങളിലേക്ക് സഞ്ചരിക്കുക, നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുക. അത് കേവലം ആവേശപ്പുറത്ത് ചെയ്യേണ്ട സംഗതിയല്ല, കൃത്യമായിട്ടുള്ള ബോധ്യത്തോടുകൂടി, ലക്ഷ്യത്തോടു കൂടി. അതുകൊണ്ട് നമ്മൾ പറയാറുണ്ടല്ലോ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലെങ്കിൽ സഹാബി വര്യന്മാർ 5ഉം 8ഉം 6 വർഷമൊക്കെ എടുത്തിട്ടാണ് ബഖറ പഠിച്ചത് അല്ലെങ്കിൽ ആൽ ഇമ്രാൻ പഠിച്ചത്. പക്ഷെ നമ്മൾ 1 മാസം കൊണ്ട്, 5 മാസം കൊണ്ട്, 10 മാസം കൊണ്ട്, 2 വർഷം കൊണ്ട് ഹാഫിൾ ആവുന്നില്ലേ? പിന്നെ അവരെന്താണ് അങ്ങനെ? ഇപ്പൊ നമ്മൾ പാണ്ഡിത്യം അല്ലെങ്കിൽ വിജ്ഞാന ശേഖരണത്തിനുള്ള കപ്പാസിറ്റി കൂടിയത് കൊണ്ടാണോ? അല്ല. അവരൊരു ആയത്ത് പഠിച്ചാൽ, അവർ പറയാറുണ്ട്, സഹാബിമാര് പറയാണ്, ഒരു ആയത്ത് പഠിച്ചാൽ ആദ്യം അത് നമ്മുടെ ജീവിതത്തിൽ പകർത്താനുള്ള അഗാധമായിട്ടുള്ള പരിശ്രമത്തിലാണ് ഏർപ്പെടുക. എന്നിട്ട് എന്ത് ചെയ്യും? അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തിയെന്ന് ഉറപ്പുവരുത്തുക, അല്ലെങ്കിൽ അതോടൊപ്പം മറ്റുള്ളവരിലേക്ക് അതേ ആയത്തുകൾ, അതേ സുഹൃത്തുക്കൾ എത്തിച്ചു കൊടുക്കും. നസ്സൽന അലൈക്കൽ ഖുർആൻ തൻസീല. നമ്മൾ പറയാറുണ്ട്, മഴയ്ക്കും ഈ സമാനമായിട്ടുള്ള പദപ്രയോഗം നസ്സല, അൻസല എന്ന പദപ്രയോഗം. നേരത്തെ നമ്മൾ അൻസൽനാഹു പറഞ്ഞല്ലോ. ഈ പദപ്രയോഗം വിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയുക മറ്റൊന്നിന് ഉപയോഗിച്ചത് മഴയെ കുറിക്കുമ്പോഴാണ്. അൻസൽനാ മിനസ് സമാഇ മാഅ.
ആകാശലോകത്ത് നിന്ന് പടച്ചവൻ മഴയിറക്കി. എങ്ങനെയാണ് പടച്ചവൻ അൻസലൽ മഴ ഇറക്കുന്നത്? ഒരു സുപ്രഭാതത്തിൽ ഒരു വർഷത്തേക്കുള്ള മഴ മൊത്തം തന്നിട്ടാണോ? അല്ലല്ലോ. അതെന്താണ്? ഘട്ടം ഘട്ടമായിട്ടാണ് പടച്ചവൻ മഴ പെയ്യിക്കുക. ചില ധാരാളം പെയ്യിക്കുന്ന സമയങ്ങളുണ്ട്, തുള്ളി മാത്രം പെയ്യിക്കുന്ന സമയങ്ങളുണ്ട്, ശക്തിയിൽ പെയ്യിക്കുന്ന സമയങ്ങളുണ്ട്. അതെന്തിനാണ്? ഭൂമി കുടിക്കണം എന്നുണ്ടെങ്കിൽ ആ അർത്ഥത്തിലാണ് മഴ പെയ്ച്ചിട്ട് കാര്യം. അല്ലെങ്കിൽ എല്ലാം കൂടി കുത്തിയൊലിച്ച് കടലിലേക്കാണ് എത്തുക. അപ്പൊ ഭൂമി എന്ത് ചെയ്യും? ഓരോ ഘട്ടം ഘട്ടമായിട്ട് വരുമ്പോൾ മണ്ണ് ശേഖരിക്കും. ഭൂമിയുടെ അടിയിലേക്ക് അണ്ടർഗ്രൗണ്ട് വാട്ടർ ടേബിൾ അല്ലെ, ജലസംരക്ഷണം നടത്തും. കുറച്ച് മണ്ണ് വേരുകൾ വലിച്ചെടുക്കും, മണ്ണ് വലിച്ചെടുക്കും, സൂക്ഷിക്കാൻ കുറച്ച് വെള്ളം. ഇതാണ് മഴയെ ഭൂമി സ്വീകരിക്കുന്ന ഒരു രീതി. പ്രിയപ്പെട്ടവരെ, ഖുർആനിനെ നമ്മൾ അങ്ങനെയാണ് സ്വീകരിക്കേണ്ടത്. ഹൃദയങ്ങളിലേക്ക് ഇങ്ങനെ എന്താ പറയാ, അരുവികൾ പോലെ തുള്ളി തുള്ളിയായിട്ട് എന്ത് ചെയ്യണം? ഹൃദയത്തിലേക്ക്, ജീവിതത്തിലേക്ക്. നഹ്നു നസ്സൽനാ അലൈക്കൽ ഖുർആന തൻസീല. പ്രവാചകൻ ഇങ്ങനെ സ്വീകരിച്ചതുപോലെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിൽ നമ്മൾ ആലോചിക്കും. ചില പറയാറുണ്ട്, ഒരു 18 വയസ്സുകാരൻ ഖുർആനിൽ നിന്ന് ഒരു ആയത്ത് പഠിച്ച് ആ സമയത്ത് 18 വയസ്സുകാരന് ആ ആയത്തിൽ നിന്ന് കിട്ടുന്ന പാഠമായിരിക്കില്ല അതേ ആയത്ത് ആ 18കാരൻ വിവാഹാനന്തര ജീവിതത്തിൽ വായിക്കുമ്പോൾ കിട്ടുക. വ്യത്യാസം ഉണ്ടാവും. ഓരോ ഘട്ടത്തിലും ഓരോ പാഠങ്ങളായിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ഹൃദയങ്ങളിലേക്ക് ഇങ്ങനെ ഖുർആൻ അവതരിക്കണം. നസ്സൽ, ആ പദപ്രയം ഭയങ്കര ഗംഭീരമായിട്ട്. അതുകൊണ്ടായിരിക്കണം ഷഹർ റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. അവിടെ പഠിച്ചു ഉൻസില എന്നുള്ള സമാനമായിട്ടുള്ള പദമാണ് ഉപയോഗിച്ചത്. മാത്രമല്ല, ആ ഖുർആനിനെ നമ്മൾ പിന്നെ എന്താ പറയാ, നമ്മുടെ ജീവിതത്തിന്റെ ഹൃദയത്തിലേക്ക് നമ്മൾ കുത്തിവെക്കാന്ന് പറഞ്ഞു. ഹൃദയത്തിന്റെ ഭാഗമാക്കി മാറ്റണം. ഈ ദൗത്യം കൂടി പഠിച്ചവൻ ആക്ച്വലി നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ആലോചിച്ച് നമ്മൾ ഇത്രത്തോളം ഖുറാനായിട്ട് എൻഗേജ് ചെയ്യുന്നു, ഖുറാൻ കേൾക്കുന്നു, ഖുറാൻ കാണുന്നു, ഖുറാൻ ക്ലാസ്സിൽ ഇരിക്കുന്നു. നമ്മൾ അതിനെ ഗൗരവത്തിൽ സംരക്ഷിക്കാനുള്ള പണി എടുക്കുന്നുണ്ടോ? അള്ളാഹ് പറഞ്ഞത് എന്താ? ഈ ഭൂമി ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. നേരത്തെ പറഞ്ഞതുപോലെ ദിക്റ വിശുദ്ധ ഖുറാന്റെ പദം. ഈ ദിക്റിനെ ഇറക്കിയത് നാമാകുന്നു. നാം അതിനെ ലഹാഫിദൂൻ, നിശ്ചയം, ഡെഫിനറ്റ്ലി, നോ ഡൗട്ട് അറ്റ് ഓൾ, ഒരു സംശയം വേണ്ട, നാം അതിനെ സംരക്ഷിക്കും. ഇന്നാ ലഹു ലഹാഫിദൂൻ. അപ്പോൾ ആലോചിക്കുക, പടച്ചോൻ പറയണം, ഞാൻ ഈ ഗ്രന്ഥത്തെ ഭൂമിയിലേക്ക് അവതരിപ്പിച്ചു, ഇത് സംരക്ഷിക്കേണ്ട ദൗത്യം ഞാൻ തന്നെയാണ് ഏറ്റെടുത്തത്, അല്ലെങ്കിൽ അതും ഞാൻ തന്നെ ഏറ്റെടുക്കുന്നു എന്ന് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ ഏതാനും കുറച്ച് ആളുകളെ അതിൽ കണ്ടുവച്ചിട്ടുണ്ട്. നമ്മൾ അതിൽ പെട്ടവരാണോ എന്നുള്ളതാണ് നമ്മൾ നമ്മോട് ചോദിക്കേണ്ടത്. അള്ളാഹു എന്തായാലും അതിലാലോചിക്കുക, എത്ര വർഷം, 1400 പരം വർഷമായി. വിശുദ്ധ ഖുർആൻ ഭൂമിയിൽ നിന്ന് മാഞ്ഞിട്ടില്ല, ഇനി മായുകയുമില്ല. കാരണം ഇത് അള്ളാഹുടെ പ്രഖ്യാപനമാണ്. നാം ഈ ഭൂമിയിലേക്ക് ആ ഗ്രന്ഥത്തെ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ നമ്മൾ പറയാറില്ലോ, ഈ ഗ്രന്ഥം അവതരിപ്പിച്ച് ഞാനാണെങ്കിൽ അത് നിലനിർത്താൻ എനിക്കറിയാം എന്നൊരു വലിയൊരു പ്രഖ്യാപനമാണ് പടച്ചവൻ പറയുന്നത്. പക്ഷെ നമ്മൾ നമ്മോട് ചോദിക്കേണ്ടത് എന്താ? ആ ഖുർആനിനോടുള്ള സമീപനത്തിൽ അതിനെ മനഃപ്പാഠമാക്കണം, കാണാതെ പഠിക്കണം, അതിന്റെ ഹിഫ്, അതിന്റെ സംരക്ഷണം. അള്ളാഹു ഏതോ കുറച്ച് ആളുകളെ ഏൽപ്പിച്ചല്ലോ, ആ ആളുകളിൽ ഞാനും പെടണം എന്നൊരു ലക്ഷ്യത്തിൽ ഖുർആനിനെ നമ്മൾ സമീപിക്കുന്നുണ്ടോ? ഇതാണ് സൂറത്തുൽ ഹിജ്റിൽ 9-ാമത്തെ ആയത്ത് നമ്മോട് ചോദിക്കുന്നത്. എല്ലാം അള്ളാഹ് തന്നെ ഇറക്കി പടച്ചോൻ തന്നെ സംരക്ഷിച്ചോളൂ എന്നതല്ല പടച്ചോൻ നമ്മളോട് അതിലൂടെ പറയാതെ പറയുന്നത് എന്താ? ആ ഹിഫ്, അതിനെ സംരക്ഷിക്കുക, നമ്മൾ ഹാഫിളാവ എന്ന് പറയും, അതിനെ സംരക്ഷിക്കുന്ന പ്രവർത്തനത്തിൽ പ്രിയപ്പെട്ടവര് നമ്മൾ ഭാഗവാക്കാണോ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ആയത്തിനെ മുൻനിർത്തി നമ്മളോട് ചോദിക്കുന്നത്. അങ്ങനെ ഭാഗവാക്കാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഖുർആനിനെ സ്വീകരിക്കാനുള്ള ഹൃദയമാക്കി നമ്മളെ ഹൃദയം മാറ്റണം. കറുത്ത പാറയെ പോലെ ഉറച്ച മനസ്സായിട്ട് നമ്മൾ ഇരിക്കരുത്. മൃദുലമായിട്ടുള്ള എന്താ പറയാ, കുറച്ച് സൂറത്തുൽ ഹശറിൽ അതിന്റെ ഉപമ വളരെ ഗംഭീരമായിട്ടുള്ള ഉപമയാണ്. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ്. അല്ലാഹു പറയാണ്, ഈ ഖുർആൻ ഇതെങ്ങാനും ഒരു പാറപ്പുറത്തായിരുന്നു അവതരിച്ചതെങ്കിൽ അതിനോടുള്ള പിന്നെ ഖുശൂ, അത് പൊട്ടിത്തെറിക്കും. മീൻ ഖശിയത്തിൽ, അള്ളാഹുവിനോടുള്ള ഭയം കൊണ്ട്, ഭയഭക്തി കൊണ്ട്. അതായത് ആ അള്ളാഹുവിനോടുള്ള പിന്നെ ഭയത്തിന്റെ സ്ഫുരണമായിട്ട്, അതിന്റെ റിഫ്ലക്ഷൻ ആയിട്ട് പാറ പൊട്ടിത്തെറിക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയം എന്ത് ചെയ്യണം? ഈ ഖുർആൻ ആയത്ത് ഇങ്ങനെ അവതരിക്കുമ്പോൾ പ്രകമ്പനം കൊള്ളണം. ആ പ്രകമ്പനം കൊള്ളണമെങ്കിൽ എന്ത് ചെയ്യണം? നാവിലൂടെയോ ചുണ്ടിലൂടെയോ അല്ലെങ്കിൽ തൊണ്ടക്കുഴി വരെയോ എന്ത് പോരാ, ഖുർആന്റെ ആയത്തുകൾ എത്തിയാൽ പോരാ, അതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇറങ്ങണം, ഹൃദയത്തിലേക്ക് എത്തണം. ഹൃദയത്തിൽ അവിടെ പ്രകമ്പനം ഉണ്ടാക്കണം. അതാ നേരത്തെ സൂചിപ്പിച്ചല്ലോ, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ. ഖുർആന്റെ ആയത്തുകളിലൂടെ മാത്രം ഇങ്ങനെ ഒരു സൂപ്പർഫിഷ്യൽ ഉപരിപ്ലവമായിട്ടുള്ള ഒരു പാരായണം നടത്തിയാൽ ഒരുപക്ഷെ അത് ഹൃദയത്തിലേക്ക് എത്തൂല. ഇതിനെന്ത് ചെയ്യണം? തദബ്ബുർ ചെയ്യേണ്ടി വരും. അതിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് യാത്രയാകണം. ആ പദപ്രയങ്ങൾ ആവർത്തിച്ച് പഠിക്കണം. ചില ആയത്തുകൾ നമ്മളൊന്ന് സ്റ്റെക്കായിട്ട് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ആവർത്തിച്ച് ഒന്നുകൂടി ഇങ്ങനെ ഓതി വെക്കേണ്ടി വരും. അതിൽ
വല്ലാത്ത ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ നമ്മൾ അത്ര പണ്ഡിതന്മാരോടോ മറ്റ് തഫ്സീറുകളോ എടുത്ത് വായിക്കേണ്ടി വരും. അപ്പോഴാണ് എന്ത് ചെയ്യുക, അത് നമ്മുടെ ഹൃദയത്തെ പ്രകമ്പനം കൊള്ളിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ, പാറപ്പുറത്ത് പടച്ചന്റെ ഉപമ അവിടെയാണ് പ്രസക്തമാവുന്നത്. പാറപ്പുറത്ത് ഇറങ്ങുമ്പോൾ പാറക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല, ഈ ഖുർആനിന് താങ്ങാൻ കഴിയുന്നില്ല, അത് പൊട്ടിത്തെറിക്കുകയാണ്. പിന്നെ ഹഷിയത്തില്ല. ആലോചിച്ച് നമ്മൾ എത്ര തവണ പാരായണം ചെയ്യുന്നു. നമ്മുടെ ഹൃദയം എപ്പോഴും ഇത് പ്രകമ്പനം കൊണ്ടിട്ടുണ്ടോ? നമ്മുടെ ഹൃദയം അതായത് നമ്മൾ പച്ചമലയാളത്തിൽ പറഞ്ഞാൽ നമ്മുടെ ഹൃദയം പൊട്ടിത്തെറിക്കുന്നുണ്ടോ? എന്തുകൊണ്ട്? ഈ ഖുർആൻ കൊണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കുക, എത്ര കാലം, എത്ര റമദാനിലൂടെ എത്ര റമദാനുകൾ നമ്മൾ ഖുർആനിന് വേണ്ടി മാറ്റിവെച്ചു. എത്ര റമദാനെ നമ്മൾ ഖത്മുൽ ഖുർആൻ തീർത്തു. ആ ഓരോ റമദാനിന്റെ ഇടയ്ക്കുള്ള ഓരോ ഘട്ടങ്ങളിലും ഖുർആൻ ക്ലാസ്സുകളിലും ഖുർആൻ പഠനവേദികളിലും ഖുർആൻ കേൾക്കലും ഖുർആൻ വായനയൊക്കെ നമ്മൾ പോകുന്നു. എപ്പോഴെങ്കിലും അത് അള്ളാഹിനോടുള്ള ഭയം കൊണ്ട്, അല്ലെങ്കിൽ ആ ഖുർആനിനോടുള്ള അതിന്റെ ശക്തി മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഹൃദയം എപ്പോഴെങ്കിലും വിറങ്ങലിച്ചിട്ടുണ്ടോ, പ്രകമ്പനം കൊണ്ടിട്ടുണ്ടോ, അതിന്റെ പ്രതിഫലനം ഉണ്ടായിട്ടുണ്ടോ? ഇല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തെ തയ്യാറാക്കാനുള്ള സമയമാണ്. ഖുർആനിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മഴയെ മണ്ണ് ഭൂമി സ്വീകരിക്കുന്നത് പോലെ ഹൃദയത്തിന്റെ 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 ഉള്ളിൽ മഴയെ സ്വീകരിക്കുന്ന പോലെ ഖുർആനിനെ സ്വീകരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? മണ്ണിനെ പാകപ്പെടുത്തണം. അല്ലെ, മണ്ണ് നേരത്തെ പറഞ്ഞതുപോലെ അത് ആലോചിക്കൊരു മണ്ണ് പാറയാണെങ്കിൽ ആ പാറയുടെ പുറത്ത് തട്ടിട്ട് എന്ത് ചെയ്യും? വെള്ളം തെറിച്ചു, പാറയുടെ ഉള്ളിലേക്ക് എത്തൂല. പക്ഷെ വിള്ളല് കീറിയ പാറകളാണെങ്കിൽ അതിന്റെ സുഷിരങ്ങളിലൂടെ, ദ്വാരങ്ങളിലൂടെ എന്ത് ചെയ്യും? തുള്ളി തുള്ളിയായിട്ട് വെള്ളം എന്ത് ചെയ്യും? ഇതിന്റെ ഉള്ളിലേക്ക് പോകും. അല്ലെങ്കിൽ മണ്ണ് അതാണല്ലോ. മണ്ണ് പുറമേ നോക്കുമ്പോൾ നമുക്ക് സുഷിരങ്ങൾ കാണാനില്ല, പക്ഷെ മണ്ണിലേക്ക് വെള്ളം പോയാൽ അതിങ്ങനെ ഉള്ളിലേക്ക് ഒലിച്ചിറങ്ങി ഉള്ളിലേക്ക് ആഴങ്ങളിലേക്ക് പോകും. ഖുർആനിനെ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് എന്ത് ചെയ്യണം? നമുക്ക് അർത്ഥത്തിൽ ആ ഓരോ ധാരങ്ങളുടെ ഉള്ളിലും, അതായത് ഹൃദയത്തിന്റെ മുക്കിലും മൂലയിലും ഖുർആനിന്റെ ആയത്തുകളായിരിക്കണം നമ്മൾ സൂക്ഷിച്ചു വെക്കേണ്ടത്. ഖുർആനിന്റെ ആയത്തുകളെ ആയിരിക്കണം നമ്മൾ സംരക്ഷിച്ചു വെക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, ആലോചിക്കുക, വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മാഇദയിൽ പറയുന്നത് കാണില്ലോ, ഇദാ സമിഉ മാ ഉൻസില ഇല റസൂൽ തറാ അഅ്യുനഹും തഫീദു മിനദ് ദംഇ മിമ്മാ അറഫു മിനൽ ഹഖ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഖുർആൻ ആയത്ത് ഇങ്ങനെ അവതരിപ്പിച്ചു കൊടുക്കുമ്പോൾ അത് കേൾക്കുന്ന ആളുകൾ, അത് കാണുന്ന ആളുകൾ, അതിനനുഭവിക്കുന്ന ആളുകളെ കുറിച്ചിട്ടാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. എന്താണ് അവരുടെ അതിനുള്ള പ്രതിഫലനം എന്താ? സമിഉ, അവർ കേൾക്കുമ്പോഴേക്ക് അവരുടെ കണ്ണിൽ നിന്ന് അഅ്യുനഹും തഫീദു മിനദ് ദം, കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീർ ഒഴുകുക. എപ്പോഴാണ് പ്രിയപ്പെട്ട ആലോചിക്കുക, എപ്പോഴാണ് ഒരു മനുഷ്യന്റെ തഫീദു മിനദ് ദം അല്ല അയ്യുനഹും, നമുക്ക് അവരുടെ കണ്ണുകളിൽ കാണാൻ കഴിയും, കണ്ണുനീർ ഇങ്ങനെ ഒഴുകി ചാലിട്ടൊഴുകുക. എപ്പോഴാണ് ഒരാളുടെ കണ്ണുനീർ ഇങ്ങനെ ചാലിട്ടൊഴുകുക? ഹൃദയത്തിൽ എന്തോ ഒരു ചിന്തകൾ ഉണ്ടാകുമ്പോഴാണ്. നമ്മളിപ്പം നമുക്ക് വല്ലാത്ത സങ്കടം ഉണ്ടായി, ചിലപ്പോൾ വല്ലാത്ത സന്തോഷം ഉണ്ടായി, കണ്ണിന്ന് ചിലപ്പോൾ വെള്ളം വരും. ആ കണ്ണിന്ന് വെള്ളം വന്നത് കണ്ണെന്തോ പ്രക്രിയ ചെയ്തുകൊണ്ടാണോ? നോ. നമ്മൾ പറയാറുണ്ട്, ഒരു മാതാവിനെ അല്ലെങ്കിൽ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളെ കാണും, മക്കളെ കാണുമ്പോൾ ഖുർറത്ത അയ്യുൻ, അല്ലെങ്കിൽ ദമ്പതികൾക്കിടയിൽ ഖുർറത്ത അയ്യുൻ, മാതാപിതാക്കൾക്കും മക്കൾക്കിടയിൽ ഖുർറത്ത അയ്യുൻ. വിശുദ്ധ ഖുർആൻ പറയുന്നത് ഖുർറത്ത അയ്യുൻ, കണ്ണിന് കുളിർമ. ഈ കണ്ണിന് കുളിർമ സംഭവിക്കുന്നത് ഈ കണ്ണെന്തോ കാഴ്ചയിലേക്ക് ഫോക്കസ് ചെയ്തതുകൊണ്ടല്ലോ, ഹൃദയത്തിൽ അതുമായി ബന്ധപ്പെട്ട ഒരു ചിന്ത ഉണ്ടാകുമ്പോഴാണ്. നമ്മുടെ ഹൃദയം അതുമായി ബന്ധപ്പെട്ട് വലിയ സന്തോഷത്തിലോ സങ്കടത്തിലോ ഏർപ്പെടുമ്പോഴാണ്. അപ്പോഴാണ് കണ്ണിൽ നിന്ന് ആ റിഫ്ലക്ഷൻ ഉണ്ടാവുക. അതായത് കണ്ണിൽ അതിന്റെ പ്രതിഫലനം, അതിന്റെ എന്താ പറയാ, എന്തോ ഒരു ഉത്തരം ഉണ്ടാവുന്നത്. കണ്ണിൽ നിന്ന് കണ്ണുനീര് വരിക എന്ന് പറയുമ്പോൾ ഈ ആയത്തുകൾ ഉൻസില ഇല റസൂൽ, വിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ, നമ്മൾ ഓതി തീർക്കുന്ന ആയത്തുകൾ ആദ്യം ഇവിടെ എത്തണം, ഹൃദയത്തിലെത്തണം. അതിന്റെ അനുരണനങ്ങളാണ് ആക്ച്വലി, അതിന്റെ റിഫ്ലക്ഷൻ ആണ്, അതിന്റെ പ്രതിഫലനമാണ് എന്ത് ചെയ്യുന്നത്? കണ്ണിൽ നിന്ന് ധാരധാരയായിട്ട് ഒഴുകുന്ന കണ്ണുനീർ. ഇദാ സമിഉ മാ ഉൻസില ഇല റസൂൽ. ആക്ച്വലി ഇതാലോചിച്ച നമ്മളോടാണ് പടച്ചവൻ പറയുന്നത്, നിങ്ങൾക്ക് കാണാൻ കഴിയും. അതായത് നമ്മളിതിങ്ങനെ കാണണം. ഈ ഖുർആൻ വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ ഇങ്ങനെ അവതരിച്ചെടുക്കുമ്പോൾ പ്രവാചകന്റെ ചുറ്റുവട്ടത്തുള്ള ആളുകൾ, അല്ലെങ്കിൽ പ്രവാചകനെ ശ്രവിക്കുന്ന ആളുകൾ ഇതിങ്ങനെ കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്ത് അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ഒഴുകുക എന്നുള്ളത് നിനക്ക് കാണാൻ കഴിയും, കാണണം, നമ്മളോട് പറയാം. എപ്പോഴും ആ ഒരു മൊമെന്റുകളെ നമ്മുടെ ജീവിതത്തിൽ ക്രിയേറ്റ് ചെയ്യാൻ, റീക്രിയേറ്റ് ചെയ്യാൻ, പുനഃസൃഷ്ടിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ആലോചിക്ക്, വേറൊരാളിങ്ങനെ ഖുർആൻ പാരായണം ചെയ്യാം, നമ്മളതിങ്ങനെ കേൾക്കാം. നമ്മളൊരു നേരത്തെ പറഞ്ഞതുപോലെ ഒരു പിന്നെ ഒരു അർത്ഥബോധത്തിലാണോ, ഒരു അലക്ഷ്യമായിട്ടുള്ള കേൾക്കലാണോ, അതോ അത് സഗൗരവം കേട്ടുകൊണ്ട്, അത് ആസ്വദിച്ചുകൊണ്ട്, അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് അത് എത്തുകയും കണ്ണിൽ നിന്ന് അതിന്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നത്. പക്ഷെ അങ്ങനെ ഉള്ളൊരു സമൂഹം ഉണ്ടായിരുന്നു.
അങ്ങനെയുള്ള ഒരു ജനത ഉണ്ടായിരുന്നു. തറാ, നിനക്കത് കാണാൻ കഴിയും, അല്ലെങ്കിൽ നമ്മളത് കാണണം. ഇവിടെ നമ്മൾ അത്തരത്തിൽ നമ്മൾ ആലോചന നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. അപ്പോഴാണ് നമുക്ക് ഖുറാന്റെ ആഴങ്ങളിലേക്ക്, സൂറത്തുൽ കഹ്ഫിന്റെ അവസാനം പറഞ്ഞതുപോലെ ഖുൽ ലൗ കാനൽ ബഹ്റു മിദാദൻ ലികലിമാതി റബ്ബി ലനഫിദൽ ബഹ്ർ ഖബല അൻ തൻഫദ കലിമാതു റബ്ബി. നിങ്ങൾ അള്ളാന്റെ കലിമത്ത് എന്താ? കലാമുള്ള വിശുദ്ധ ഖുറാനാണ്. ആ കലിമത്തുകളെ അതിന്റെ ഉള്ളിലേക്ക് നിങ്ങൾ ആഴങ്ങളിട്ട് പോ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾ വിശദീകരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അള്ളാന്റെ കലിമത്തുകൾ അവസാനിക്കൂല. ബഹറാകുന്ന മഷിയാണ് എന്ത് ചെയ്യുക? അവസാനിക്കുക. കടലിലെ വെള്ളമാണ് വറ്റിപ്പോവാ. അതായത് അള്ളാന്റെ പിന്നെ മുഫസ്സിറുകൾ പറയുന്നത് അത് കലിമാത്തിനെ ഖുറാൻ മൊത്തം എന്നൊന്ന് വിശദീകരിക്കണ്ട കേട്ടോ. ഏതാനും കുറച്ച് ആയത്തുകൾ അതുപോലും വിശദീകരിക്കാൻ നമുക്ക് എന്ത് ചെയ്യില്ല, ഈ കടലിലെ മഷികൾ തികയില്ല എന്ന്. ഏതാണ് വിശുദ്ധ ഖുർആനെ കുറച്ച് ആയത്തുകൾ വിശദീകരിക്കാൻ പോലും കടലിന്റെ മഷി തികയില്ല എന്ന് പറയുമ്പോൾ, അതാണ് പണ്ഡിതന്മാർ പറയുന്നത്, മുഫസ്സിറുകൾ പറയുന്നത്. ആലോചിച്ചൊക്കെ വലിയ വലിയ ഗ്രന്ഥങ്ങൾ എഴുതിയ 10-30 വർഷം, 30-40 അല്ലെങ്കിൽ 50 വർഷം ഖുർആനിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് സമർപ്പിച്ച് വ്യാഖ്യാനങ്ങൾ, തഫ്സീറുകൾ രചിച്ച മുഫസ്സിറുകൾ പറയുന്നത് എന്താ? ഏതാനും കുറച്ച് ഡ്രോപ്ലെറ്റ്സ്, ഏതാനും കുറച്ച് തുള്ളികൾ മാത്രമേ നമ്മൾക്ക് ഖുറാൻ, പിന്നെ അവർക്ക് ഖുറാനിൽ നിന്ന് ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ളതാണ്. 10-30 വർഷം അതിനു വേണ്ടി ജീവിതം സമർപ്പിച്ച മുഫസ്സിറുകൾ പറയുന്നത്, പണ്ഡിതന്മാർ പറയുന്നത്, വ്യാഖ്യാതാക്കൾ പറയുന്നത് ഏതാനും തുള്ളികൾ മാത്രമാണ് അവർക്ക് അതിൽ നിന്ന് അനുഭവിക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ എത്രമാത്രം ആഴത്തിൽ ഇറങ്ങണം, നമ്മളൊക്കെ ഇനിയും എത്രമാത്രം ചിന്തകളൊന്ന് ആലോചിച്ച് നോക്കുക. പ്രിയപ്പെട്ട, അതാണ് നേരത്തെ പറഞ്ഞതുപോലെ അതിന്റെ ഉപരിതലങ്ങളിലൂടെ മാത്രം സഞ്ചരിച്ചാൽ പോരാ. ആ കടലിൽ ഇങ്ങനെ ദൂരത്ത് നോക്കിയിട്ട് കടല് സംഭവമാട്ടോ, കടലിന്റെ അടിയിൽ കുറെ സംഭവങ്ങൾ ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ മാത്രം പോരാ. അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങണം. അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുമ്പോഴാണ് കടല് വറ്റിയാലും ഖുറാന്റെ അത്ഭുതം വറ്റില്ല എന്ന് നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ തിരിച്ചറിയും. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇനി ആലോചിച്ച് നോക്കാം, എന്താണ് നമ്മുടെ ഖുറാനുള്ള സമീപനം. നമ്മൾ ഖുറാന്റെ മഹത്വം അറിയാത്തവരോ തിരിച്ചറിയാത്തവരല്ല. പക്ഷെ നിർഭാഗ്യവശാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഖുർആൻ എന്ന പരിഹാരം അവിടെ ഉണ്ടായിരിക്കെ, ഖുർആൻ എന്ന വെളിച്ചം അവിടെ ഉണ്ടായിരിക്കെ, ഖുർആൻ എന്ന ശമനം അവിടെ ഉണ്ടായിരിക്കെ നമ്മൾ മറ്റെന്തിന്റെയൊക്കെയോ പിന്നാലെയാണ് പോകുന്നത്. ഈവൻ ഇൻ റമദാനിൽ പോലും നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഖത്മുൽ ഖുർആൻ തീർക്കുക എന്നത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം, അല്ലെങ്കിൽ ഏതാനും കുറച്ച് സൂറത്തുകൾ ഓതി പോവുക എന്നത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. ഖുർആനിനെ നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനമാക്കി മാറ്റണം. ഖുർആനിനെ സ്നേഹിക്കുന്ന, ഖുർആനിനാൽ ജീവിക്കുന്ന, ഖുർആനിന് വേണ്ടി ജീവിക്കുന്ന ആളുകളായിട്ട് നമ്മൾ മാറണം. ഇത്രയും വലിയ നമ്മൾ അതാണ് ആലോചിക്കേണ്ടത്. ഈ ഖുർആൻ എങ്ങാനും ഈ ലോകത്തിൽ അവതരിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും ലോകത്തിന്റെ ഗതി, എന്തായിരിക്കും ലോകത്തിന്റെ അവസ്ഥ? അതാണല്ലോ ഖുർആൻ. പിന്നെ നമുക്ക് അള്ളാഹു നമുക്ക് ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിലൊന്നും മനുഷ്യ സമൂഹത്തിന് യാ അയ്യുഹന്നാസ് ഖദ് ജാഅത്കും മൗഇദത്തും മിർ റബ്ബിക്കും അൽ ഖുർആൻ ഹുദൽ ലിന്നാസ്. മനുഷ്യ സമൂഹത്താണ് പറയുന്നത്. ഈ ഖുർആൻ എങ്ങാനും ഇറങ്ങിയിട്ടില്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും ലോകത്തിന്റെ അവസ്ഥ? ഇതിലൂടെ നമ്മൾ അതന്നെ ആലോചിക്കേണ്ടത്. നമ്മുടെ ഖുർആൻ അതൊക്കെ മനസ്സിലാക്കി നമ്മുടെ ഖുർആനോട് സമീപനം എന്താ? കേവലം അത് പറഞ്ഞത് റമദാനിൽ മാത്രം ഒതുങ്ങുന്നതാണോ ഖുർആനിനോട് നമ്മുടെ സ്നേഹം? അത് തന്നെ ഏതാനും കുറച്ച് ഭാഗങ്ങൾ ഓതി തീർക്കുന്നതാണോ ഖുർആനിനോട് നമ്മുടെ സ്നേഹം? നമ്മൾ സൂറത്തുൽ ഫുർഖാനിൽ വളരെ ഗൗരവപ്പെട്ട ഒരു ഓർമ്മപ്പെടുത്തൽ ഖുർആൻ പറയുന്നുണ്ട്. സൂറത്തുൽ ഫുർഖാനിൽ 30-ാമത്തെ ആയത്ത്, വഖാല റസൂൽ, നമ്മൾ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്ന പ്രവാചകൻ ഹബീബ് കരീം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ഒരു മൊമെന്റിൽ വെച്ചിട്ട്, എന്താണ്? യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. അല്ലാഹുവേ, യാ റബ്ബ്, നാളെ പരലോകത്തിൽ പറയാം, എന്റെ ജനത ഉണ്ടല്ലോ, എന്റെ ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ, അവർ ഖുർആനിനെ വെടിഞ്ഞു. മഹജൂറ, ഖുർആനിൽ നിന്ന് അകന്നു, പലായനം ചെയ്തു. ആക്ച്വലി ഖുർആൻ ഹിജറ, ഹിജറ എന്നുള്ളത് നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് അതിനെ ഒഴിവാക്കി മറ്റൊരു സ്ഥലത്തേക്ക് പോയി, ഇതാണല്ലോ പലായനം. ഖുർആൻ എന്ന യാഥാർത്ഥ്യം നമ്മുടെ മുന്നിൽ ഉണ്ടായിരിക്കുക. അതാണ് പ്രിയപ്പെട്ട ഞാൻ ആവർത്തിച്ച് പറയുന്നത്. ഇതിനൊക്കെ കുറിച്ച് അറിയുന്നവരും മനസ്സിലാക്കിയവരും പഠിച്ചവരാണ് നമ്മൾ. എന്നിട്ടും അതിൽ നിന്ന് നമ്മൾ ഹിജറ ചെയ്യുന്ന ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആലോചിക്കുക. പ്രവാചകൻ നാളെ പരലോകത്ത് നമ്മളോട് ഇങ്ങനെ പറയും, അള്ളാഹിനെ മുൻനിർത്തിയിട്ട്, അള്ളാഹിനോട് നമ്മളെ മുൻനിർത്തിയിട്ട് ഇങ്ങനെ പറയും, അള്ളാഹുവെ, അതായത് പദം ആലോചിക്കണം, ഇന്ന കൗമി, ഇതെന്റെ ജനതയായിരുന്നു, ഇന്ന കൗമി, ഈ ജനത എന്റെ ജനതയാണ്, എന്റെ ജനത എന്നാണ് പ്രവാചകൻ പറയുന്നത്. പക്ഷേ ഹാദൽ ഖുർആൻ മഹ്ജൂർ, അവര് ഖുർആനിൽ നിന്ന് അകന്നു പടച്ചവന്, അവർ ഖുർആനോട് സലാം പറഞ്ഞ് വിട്ടുപോയി, അതിൽ നിന്ന് പലായനം ചെയ്തു, അതിനുപേക്ഷിച്ചു പോയി, അതിൽ നിന്ന് യാത്രയായി മറ്റൊരിടത്തേക്ക് പോയി എന്നൊരവസ്ഥ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ റസൂൽ നമ്മളെ കുറിച്ച് പറയുന്ന ഒരു സന്ദർഭം നാളെ പരലോകത്തില്ലാതിരിക്കണമെങ്കിൽ ആ ഖുർആനിനെ സ്നേഹിക്കുകയും ആ ഖുർആനായി ജീവിക്കുകയും ചെയ്യേണ്ട ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ സംജാതമാകേണ്ട. ഞാൻ അവസാനിപ്പിക്കാൻ,
ആ അർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞു വരുന്നത്, വിശുദ്ധ ഖുർആൻ അതിന്റെ പ്രത്യേകതകളെ കുറിച്ച് പറയുന്നു, വിശുദ്ധ ഖുർആൻ അതിന്റെ ദൗത്യത്തെ കുറിച്ച് പറയുന്നു, അതിനോടുള്ള നമ്മുടെ സമീപനത്തെ കുറിച്ച് പറയുന്നു. ഇതൊക്കെ ഖുർആൻ തന്നെ പറയാം. ഇതിന് നമ്മൾ വേറൊരു പ്രഭാഷകനെയോ വേറൊരു പ്രഭാഷണത്തെ തേടി പോകേണ്ടതില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇതൊരു പ്രഭാഷണമല്ല, ഇത് ചില ഓർമ്മപ്പെടുത്തലുകൾ മാത്രമാണ്. ആരാണ് ഈ ഓർമ്മപ്പെടുത്തൽ നടത്തുന്നത്? ആക്ച്വലി ഞാനും അല്ല, വിശുദ്ധ ഖുർആനാണ്. ഞാനൊരു ഘട്ടത്തിൽ പോലും എന്റേതായിട്ടുള്ള വാക്കുകളെ ആക്ച്വലി കൂട്ടിച്ചേർക്കുന്നു. ഖുർആനിലെ ആയത്തുകൾ മാത്രമാണ് ഉദ്ധരിക്കുന്നത്. അപ്പൊ ഖുർആന്റെ ദൗത്യത്തെ കുറിച്ച് കൃത്യമായിട്ട് നമ്മൾ ഓർമ്മപ്പെടുത്തുകയും ആ ഖുർആനോടുള്ള നമ്മുടെ സമീപനം എങ്ങനെയാണെന്ന് എന്ത് ചെയ്യണം, നമ്മൾ ഓർമ്മപ്പെടുത്താം, ചാപ്റ്റർ അവസാനിപ്പിക്കാം. അങ്ങനെ നമ്മൾ ഖുർആനിനെ മുൻനിർത്തിയിട്ടുള്ള ഒരു റമദാനാക്കിയിട്ട് ഈ റമദാൻ മാറ്റുകയാണെങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ നമ്മൾ പാരായണം ചെയ്ത ഷഹ്റു റമദാൻ എന്ന ആയത്തിന്റെ ഒടുവിൽ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് എന്താ? വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാക്കും. നിങ്ങൾ എന്ത് ചെയ്യണം? ആ ഒരു മാസം 29 ദിവസം അല്ലെങ്കിൽ 30 ദിവസം കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? അള്ളാഹു അക്ബർ ചെല്ലും. എന്തിനായിരിക്കും നമ്മൾ പെരുന്നാൾ ഷവ്വാലിന്റെ സമയത്ത് റമദാൻ അവസാനിക്കുമ്പോൾ അള്ളാഹു അക്ബർ ചെല്ലുന്നത്? അലാമാഹദാക്കും, നിങ്ങളെ സന്മാർഗത്തിൽ ഇങ്ങനെ വഴി നടത്തിയത്, നിങ്ങൾക്ക് ഹുദ നൽകിയത്. നിങ്ങൾ ഏതാണ് ആ ഹുദ? ഈ ആയത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്, അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസ്. ഖുർആനാകുന്ന ഹുദയെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു മാസം, ആ ജീവിതത്തിൽ നിങ്ങളെ എന്താ പറയാ ഊട്ടി വളർത്തുന്നതിൽ, ഖുർആനിനെ മുൻനിർത്തി നിങ്ങളെ വളർത്തുന്നതിൽ നിങ്ങൾ എന്ത് ചെയ്യണം? വലിതുകബ്ബിറ, അല്ലാഹുവിനെ തക്ബീർ ചെല്ലണം. മാത്രമല്ല വലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ ശുക്ർ ചെയ്യുന്ന ആളുകളായിട്ട് മാറണം. എന്തിന്? ഖുർആൻ അവതരിപ്പിച്ച അങ്ങനെ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, റമദാൻ എന്നാൽ നോമ്പിന്റെ മാസമല്ല, റമദാൻ എന്നാൽ ഖുർആന്റെ മാസമാണ്. ആ ഖുർആന്റെ മാസത്തിൽ നമ്മളോട് നോമ്പെടുക്കാനാണ് പടച്ചോൻ പറയുന്നത്. അങ്ങനെ നിങ്ങൾ നോമ്പെടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? വലഅല്ലക്കും, പിന്നെ തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരായി മാറാം. കാരണം ഖുർആൻ അവതരിച്ച മാസം നിങ്ങൾ നോമ്പെടുക്കുമ്പോൾ നിങ്ങൾ തഖ്വയിലുള്ളതാകുന്നുണ്ടെങ്കിൽ അത് ഖുർആന്റെ കൂടി പ്രത്യേകത. കാരണം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൻ ലിൽ മുത്തഖീൻ. വിശുദ്ധ ഖുർആനെ കുറിച്ച് പറഞ്ഞത് എന്താ? അത് മുത്തഖീങ്ങൾക്ക് ഹുദയാണ്. അതായത് തഖ്വ സൂക്ഷിക്കുന്ന ആളുകൾക്ക് അത് ഹുദയാണ്. അപ്പൊ റമദാനിനെ ഖുർആനെ മുൻനിർത്തി നമ്മൾ ആഘോഷിക്കുമ്പോൾ, നോമ്പെടുത്ത് ആഘോഷിക്കുമ്പോൾ അത് തഖ്വയിലേക്ക് എത്തിക്കുന്നു. ഖുർആൻ എന്തിനാണ്? ഖുർആന്റെ ദൗത്യത്തെ കുറിച്ച് ഖുർആൻ ഒന്നാം തന്നെ പറഞ്ഞത് എന്താ? അത് ഹുദലിൽ മുത്തഖീൻ, തഖ്വയുള്ള ആളുകൾക്ക് ഹുദയാണ്. അപ്പൊ ആ അർത്ഥത്തിൽ ഖുർആൻ ആകണം നമ്മുടെ മർമ്മം. അപ്പൊ അങ്ങനെ നമുക്ക് ആത്മാർത്ഥമായിട്ട് ഖുർആൻ മുൻനിർത്തിയിട്ട് റമദാൻ അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശുക്ർ ചെയ്യുന്ന ആളുകളായിട്ട് നമ്മൾ മാറും. എന്തിന്? പടച്ചോനിന്റെ ഹുദയെ, ഹിദായത്തിനെ ശരിയായ രീതിയിൽ ഒന്നും കൂടി ഉഷാറാക്കിയത്. നമ്മള് 10-15 മാസം ഇപ്പൊ കുറെയൊക്കെ അലക്ഷ്യമായിട്ട് കുറെയൊക്കെ ദിശകൾക്ക് തെറ്റിയിട്ടായിട്ട് സഞ്ചരിക്കുന്നുണ്ടാവാം. അതിനൊക്കെ ഒന്ന് നേരെയാക്കാണ് റമദാൻ. എന്തിലൂടെ? ഖുർആനിലൂടെ. അതിനൊരു ചിട്ടയും വ്യവസ്ഥയും അടുക്കും ഒതുക്കവും കൊണ്ടുവരികയാണ്. എന്ത്? വിശുദ്ധ ഖുർആൻ. ആ അർത്ഥത്തിൽ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ആ ഒരു അർത്ഥത്തിൽ നമ്മൾ അനുഗ്രഹിച്ചത് നമ്മൾ ഒരിക്കൽ കൂടി എന്ത് ചെയ്യണം? ശുക്ർ ചെയ്യുന്ന ആളുകളായിട്ട് ഈ റമദാനിൽ ധാരാളം മാറണം. ഇവിടെ അവസാനിപ്പിക്കാൻ പ്രവാചകൻ ഹബീബ് കരീം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ പറഞ്ഞതായിട്ട് കാണാൻ കഴിയും. തറക്തു ഫീക്കും അംറൈൻ ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമ. രണ്ട് കാര്യം നിങ്ങൾക്ക് ഉപേക്ഷിച്ചിട്ട്, രണ്ട് കാര്യം ഞാൻ നിങ്ങൾക്ക് ഉപേക്ഷിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിട്ടുതരാം. നിങ്ങൾ അത് മുറുകെ പിടിക്കുകയാണെങ്കിൽ ഗ്യാരണ്ടിയാണ് ലൻ തളില്ലു, നിങ്ങൾ ഒരിക്കലും വഴി തെറ്റുകയില്ല. നമ്മള് സൂറത്തുൽ ഫാത്തിഹയിൽ പറയലല്ലേ, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം വലദ്ദാലിൻ. എന്തിൽ ഉൾപ്പെടുത്തരുത്? വാല്യങ്ങളിൽ പടച്ചു ഞങ്ങൾ ഉൾപ്പെടുത്തരുത്. ഞങ്ങൾക്ക് എന്ത് വേണം? ഇഹ്ദിന, ഞങ്ങൾക്ക് പോയി സന്മാർഗം കാണിച്ചു തരണം. ഇതാണ് നമ്മൾ ഫാത്തിഹയിൽ നിരന്തരം ആവർത്തിച്ച് ചോദിക്കുന്നത്. പ്രായം പറയുന്നത് എന്താ? ലൻ തളില്ലു, ഇല്ല, നിങ്ങൾ വലാലത്തിലേക്ക്, നിങ്ങൾ വഴികളിലേക്ക് ആവില്ല. പക്ഷേ ഒരേ ഒരു സംഗതി ഉണ്ട്. എന്താണ് ആ സംഗതി? ഞാൻ ഉപേക്ഷിച്ച 2 സംഗതികളെ തമസ്സക്തും ബിഹിമ, മുറുകെ പിടിക്കണം. ചേർത്ത് പിടിക്കണം. നേരത്തെ പറഞ്ഞതുപോലെ ഹൃദയത്തിലേക്ക് അത് കുത്തിവെക്കണം. എന്താണ് ആ സംഗതി? കിതാബ്, അള്ളാന്റെ കിതാബാണ്. നേരത്തെ ആദ്യം പറഞ്ഞല്ലോ, ദാലിക്കൽ കിതാബ്. ആ കിതാബിന് എന്ത് ചെയ്യണം? മുറുകെ പിടിക്കണം. ആ മുറുകെ പിടിക്കാനുള്ള, ഹൃദയത്തോട് ചേർത്ത് വെക്കാനുള്ള ഏറ്റവും മികച്ച മൊമെന്റ് ഈ വർഷം എന്നല്ല, നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും മികച്ച മൊമെന്റാണ് റമദാൻ. കാരണം നമ്മൾ പറഞ്ഞല്ലോ, ഖുർആനിനെ ആഘോഷിക്കുന്ന മാസം നമ്മുടെ അടുക്കിലേക്ക് വരുമ്പോ പിന്നെ എപ്പോഴാണ് നമ്മൾ ആ കിതാബിനെ മുറുകെ പിടിക്കാതെ വേറൊരു അവസരത്തെ തേടി പോകുന്നത് പ്രിയപ്പെട്ടവരെ? അതായത് ആ കിതാബിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കാനുള്ള ഏറ്റവും മൊമെന്റാണ് മുന്നിൽ വരുന്നത്. കാരണം ഖുർആന്റെ ആഘോഷമാണ് റമദാൻ. ഖുർആനിനെ ആഘോഷിക്കുന്ന മാസമാണ് നമ്മൾ മുന്നിൽ വരുന്നത്. അവിടെ എന്ത് ചെയ്യണം? ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമ. പ്രവാചകൻ പറഞ്ഞതുപോലെ മുറുകെ പിടിക്കണം. അങ്ങനെ പിടിക്കുകയാണെങ്കിൽ ലൻ തദില്ലു, നിങ്ങൾ വഴി തെറ്റുകയില്ല. വസുന്നത്ത് റസൂലി, പ്രവാചകന്റെ സുന്നത്ത്. ആ അർത്ഥത്തിൽ
ഖുർആാനിനെ മുൻനിർത്തിയിട്ട് ആയിഷ റളിയല്ലാഹു അൻഹയോട്, നിങ്ങൾ ആലോചിക്കുക, ആയിഷ റളിയല്ലാഹു അൻഹയോട് ഒരുപാട് പേര് പിന്നെ പ്രവാചകന്റെ മരണത്തിന് ശേഷം പ്രവാചകന്റെ സ്വഭാവത്തെക്കുറിച്ച്, പിന്നെ പ്രവാചകന്റെ സ്വഭാവ രീതികളെക്കുറിച്ച്, പെരുമാറ്റത്തെക്കുറിച്ച് ഒരുപാട് സംഗതികൾ അറിവ് നേടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരും. ഒരു ഘട്ടത്തിൽ ഖത്താദ റളിയല്ലാഹു അൻഹു പിന്നെ ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുന്നുണ്ട് പ്രവാചകന്റെ സ്വഭാവത്തെക്കുറിച്ച്. നമ്മള് സ്വാഭാവികമായിട്ട് പ്രതീക്ഷിക്കുക എന്താ, പ്രവാചകന്റെ സീറ അല്ലെങ്കിൽ പ്രവാചക ചരിത്രം എന്നുള്ളത് എത്ര എഴുതിയാലും തീരാത്തതാണ്. പക്ഷെ ആയിഷ റളിയല്ലാഹു അൻഹു ഒരു മൂന്ന് വാക്കിൽ ആ ഉത്തരം ഒതുക്കുകയാണ്. അദ്ദേഹത്തിന്റെ സ്വഭാവം എന്നുള്ളത് കാന ഖുലുഖുഹു അൽ ഖുർആൻ, പ്രവാചകന്റെ സ്വഭാവം എന്നുള്ളത് ഖുർആനായിരുന്നു. നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ സ്വഭാവം എന്നുള്ളത് ഖുർആനാണോ? ഇനി പോട്ടെ, റമദാൻ കഴിഞ്ഞാലെങ്കിലും അല്ലെങ്കിൽ റമദാൻ കഴിയുമ്പോഴേക്കും നമ്മുടെ സ്വഭാവം ഖുലുഖുന, നമ്മുടെ സ്വഭാവം ഖുർആൻ ആകുന്നുണ്ടോ? നമ്മൾ പ്രവാചകനെ കുറിച്ച് പറയുന്നു, ഖുർആനിനെ കുറിച്ച് പറയുന്നു, റമദാനെ കുറിച്ച് പറയുന്നു, പക്ഷെ നമ്മുടെ ഹുലുക്ക്, നമ്മുടെ സ്വഭാവം, നമ്മുടെ പെരുമാറ്റം, നമ്മുടെ ജീവിത ശൈലി, ജീവിത രീതി അത് ഖുർആൻ ആകുന്നുണ്ടോ എന്നുകൂടിയാണ് എന്ത് ചെയ്യുന്നത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ആ ഉത്തരം പ്രവാചകനെ സ്നേഹിക്കുന്ന നമ്മൾ ഓരോരുത്തരോടും ചോദിക്കുന്നു. ഇൻഷാ അള്ളാ ആ അർത്ഥത്തിൽ ഖുർആൻ അവതരിപ്പിച്ചതിന് പടച്ചവനെ സ്തുതിച്ചുകൊണ്ട് ഖുർആൻ ആകുന്ന ജീവിതത്തിനുടമകളായിട്ട് നമുക്ക് മാറ്റാൻ സാധിക്കണം. ഈ ഒരൊറ്റായത്തും കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. നമ്മളെല്ലാ വെള്ളിയാഴ്ചയും, ആക്ച്വലി ആലോചിച്ച് നോക്കുക, നമ്മുടെ എല്ലാ വെള്ളിയാഴ്ചയും ആരംഭിക്കുന്നത് അല്ലെങ്കിൽ ആരംഭിക്കേണ്ടത് ഇങ്ങനെയാണ്. സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്തിട്ടാണ് നമ്മൾ അതിലെ ഒരുപാട് പുണ്യം നേടുന്നുണ്ട്, ഒരുപാട് പുണ്യമാർഗത്തിൽ പാരായണം ചെയ്യുന്നുണ്ട്. പക്ഷെ ആ പാരായണം ആക്ച്വലി പടച്ചവൻ നമ്മളോട് ചെല്ലിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഓരോ വെള്ളിയാഴ്ചയും പ്രിയപ്പെട്ടവരെ നമ്മളോട് പടച്ചു പറയാണ്, ഓരോ ആഴ്ചയും നിങ്ങളുടെ ജീവിതത്തെ ഉഷാറാക്കേണ്ടത്, ഉത്തേജിപ്പിക്കേണ്ടത്, കൂടുതൽ ആക്റ്റീവ് ആക്കേണ്ടത് എങ്ങനെയാണ്? അള്ളാഹു നമ്മുടെ ജീവിതത്തിന് ഇറക്കി തന്ന ഗ്രന്ഥത്തിന് അള്ളാഹുവിനെ ഹംദ് ചെയ്തുകൊണ്ടാണ്, ശുക്ർ ചെയ്തുകൊണ്ടാണ്, സ്തുതിച്ചുകൊണ്ടാണ്. അൽഹംദുലില്ലാ അല്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ്. നേരത്തെ പറഞ്ഞ ഈ കിതാബ് ഉണ്ടല്ലോ, ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീ, ആ കിതാബ് അൻസല നമുക്ക് അവതരിപ്പിച്ചു തന്നതിന് അൽഹംദുലില്ലാ. ഇത് പറഞ്ഞിട്ടാണ് നമ്മൾ ഓരോ ആഴ്ച എന്ത് ചെയ്യുന്നത്, നമ്മളിങ്ങനെ എന്താ പറയുക, കൂടുതൽ സജീവമാക്കുന്നത് അല്ലെങ്കിൽ സജീവമാക്കേണ്ടത്. നമ്മൾ ബാക്കി എടുത്ത് ബാക്കി എല്ലാ സംഗതിക്കും ഇപ്പൊ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പറയുന്നുണ്ടാവും അല്ലെ, പിന്നെ എന്താ പറയുക, ഉറക്കുന്ന എഴുന്നേറ്റാ പറയുന്നുണ്ടാവും, ഉറങ്ങാൻ പോകുമ്പോൾ പറയുന്നുണ്ടാവും, അല്ലെങ്കിൽ ബാത്റൂമിൽ നിന്ന് പുറത്തിറങ്ങുമെന്ന് പറയുന്നുണ്ട്. ഇത് തുടങ്ങി നമ്മുടെ ജീവിതത്തിൽ ഓരോ ഘട്ടത്തിലും നമ്മൾ പല അർത്ഥത്തിലും അൽഹംദുലില്ലാ, ചിലപ്പോൾ ഒരു മഴ കണ്ടാൽ അൽഹംദുലില്ലാ നമ്മൾ പറയുന്നുണ്ടാവും, ഒരു തണൽ കിട്ടിയാൽ അൽഹംദുലില്ലാ പറയുന്നുണ്ടാവും, ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ അൽഹംദുലില്ലാ പറയുന്നുണ്ടാവും. പക്ഷെ ഓരോ ആഴ്ചയും ചുരുങ്ങിയത് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ആ ഖുർആൻ അവതരിപ്പിച്ചതിന് എന്ത് ചെയ്യണം? അള്ളാഹുവിന് ഹംദ് ചെല്ലണം എന്ന് സൂറ കഹ്ഫ് പാരായണം ചെയ്യിപ്പിക്കുന്നതിലൂടെ, ആക്ച്വലി പ്രവാചകൻ പറഞ്ഞതാണ് എല്ലാ വെള്ളിയാഴ്ച പാരായണം ചെയ്യുന്നതിന്റെ പുണ്യങ്ങൾ. അത് നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മളെ കൊണ്ട് ഇങ്ങനെ ഓർപ്പെടുത്താൻ അൽഹംദുലില്ലാ അല്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ് വലം യജ്അൽ ലഹു ഇവജ. ഈ ഒരു ന്യൂനതയും ഇല്ലാത്ത കിതാബ് പടച്ചവനെ നീ അവതരിപ്പിച്ചതെന്നതിന് അൽഹംദുലില്ലാ. കാരണം അതെങ്ങാനും ഈ ലോകത്തിന് ലഭിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും എന്റെയും ഈ ലോകത്തിന്റെ അവസ്ഥ? ഇത് ആലോചിച്ചിട്ടാണ് നമ്മൾ ആക്ച്വലി അൽഹംദുലില്ലാ പറയുന്നത്. എന്റെ ജീവിതത്തിന്റെ ഗതിയെ, എന്റെ ജീവിതത്തിന്റെ വിധിയെ മാറ്റിമറിച്ച് ഈ ഗ്രന്ഥമുണ്ടല്ലോ പടച്ചവനെ നീ ഇറക്കി തന്നതിന് അൽഹംദുലില്ലാ. ഇതായിരിക്കും പ്രിയപ്പെട്ട ഖുർആനോട് നമ്മുടെ സമീപനം. ആ ഹംദ് ധാരാളമായിട്ട് പ്രഖ്യാപിക്കുന്ന സമയമാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, ഇനി വരാനിരിക്കുന്ന ദിവസങ്ങൾ. നമ്മൾ നേരത്തെ പറഞ്ഞില്ല, നമ്മൾ ഓരോ ദിവസം എന്ത് ചെയ്യും, മറ്റു മാസങ്ങളെക്കാൾ വ്യത്യസ്തമായിട്ട് ധാരാളം ഖുർആൻ ചെലവഴിക്കും. ഖത്തമുൽ ഖുർആൻ ആയിക്കൊണ്ട്, ഖുർആൻ പാരായണം ആയിക്കൊണ്ട്, ഖുർആൻ മനപ്പാഠമായിക്കൊണ്ട്, ഖുർആൻ കേൾക്കലുകളായിക്കൊണ്ട്, ഖുർആൻ പഠന സദസ്സുകളായിക്കൊണ്ട്, ഖുർആൻ ക്വിസുകളിൽ പങ്കെടുത്തുകൊണ്ട്, ഖുർആൻ തഫ്സീറുകൾ വായിച്ചുകൊണ്ടും കേട്ടുകൊണ്ടും കണ്ടുകൊണ്ടും ഒക്കെ എന്ത് ചെയ്യും, നമ്മൾ ഖുർആനെ സജീവമാകാൻ പോവാണ്. പക്ഷെ അതിന്റെ ഓരോ ഘട്ടത്തിലും അൽഹംദുലില്ലാ അല്ലദീ അൻസൽ, അൽഹംദുലില്ലാ അല്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ്, അൽഹംദുലില്ലാ ലിഹാദൽ കിതാബ് എന്ന് ആവർത്തിച്ച് പറയേണ്ട സന്ദർഭമാണ്. ആ അർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിനെ ആഘോഷിക്കേണ്ട ഒരു മാസമാണ് പ്രിയപ്പെട്ടവർ നമ്മുടെ മുന്നിൽ വരാനിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അർത്ഥത്തിൽ ഖുർആനിനെ അനുഭവിക്കാൻ, ഖുർആനിനെ മുൻനിർത്തിയിട്ടുള്ള പദ്ധതികൾ കൃത്യമായിട്ട് ആവിഷ്കരിക്കാനുള്ള തൗഫീക്ക് നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു ആവേശപ്പുറത്തേറി തീർക്കേണ്ടതല്ല ഖുർആൻ പാരായണം, അതിനപ്പുറത്തേക്ക് തദബ്ബുർ ചെയ്തുകൊണ്ട് ഹൃദയത്തിലേക്ക് അതിങ്ങനെ സ്വാംശീകരിച്ചുകൊണ്ട് അതിന്റെ പ്രതിഫലനങ്ങൾ നമ്മുടെ കണ്ണുകളിലും ജീവിതത്തിലും ഉണ്ടായിക്കൊണ്ടായിരിക്കണം ഖുർആനിനോടുള്ള നമ്മുടെ സമീപനം. അത്തരത്തിലായിരിക്കണം ഖുർആനിനെ കുറിച്ചുള്ള ദൗത്യങ്ങൾ ഏറ്റെടുക്കാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ ഖുർആനിന്റെ ആളുകളാക്കി നമ്മളെ മാറ്റി തീർക്കുമാറാവട്ടെ. ഖുർആനെ ഖുലുഖായിട്ട്, സ്വഭാവമായിട്ട് പരിവർത്തിപ്പിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ പടച്ചു നമ്മളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഖുർആനിനെ മുൻനിർത്തിയിട്ട് ഈ റമദാനിനെ സജീവമാക്കാൻ,
ഖുർആനിക ജീവിത ശൈലികളുടെ ഉടമകളാക്കി മാറ്റാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ റമദാനിലൂടെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ജഅൽ ഖുർആന റബിയ ഖുലൂബിന വനൂറ സുദൂരിന വജ്ലാഅ അഹ്സാനിന വദഹാബ ഹുമൂമിന വഗുമൂമിന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. اللهم نبر قلوبنا بالقرآن. اللهم اجعل القرآن حجة لنا يا رب العالمين. بارك الله لي ولكم في القرآن الحكيم ونفعني وإياكم بالآيات والذكر الحكيم. وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.